ഹായ് ഹായ് ലക്ഷ്മണേട്ടാ. ഹലോ, കേൾക്കാമല്ലോ അല്ലേ? ഹായ് ഹായ്. കേൾക്കാം, പറഞ്ഞോ. അപ്പോ അന്ന് നമ്മൾ ആ അന്ന് നമ്മൾ നിർത്തിയത് 334-ാമത്തെ പേജിലാണ്. ഇറ്റ് സൂൺ ബിക്കേം ക്ലിയർ that Cleveland could be used as a site without drawing fire from other parts of the country. ഈ ഇന്റർനാഷണൽ ഗാദറിങ്ങിനെ കുറിച്ചാണ് നമ്മൾ വായിച്ചത്. അപ്പൊ അതിന് ക്ലിവ്ലാൻഡ് നല്ലൊരു സ്ഥലമായിരിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ്, അവരൊരു തീരുമാനത്തിലെത്തുന്ന കാര്യത്തെക്കുറിച്ചാണ്. മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നും ഒരു വല്ലാത്തൊരു ആവേശം ഇല്ലാതെ ചെയ്യാന്നുള്ളത്. ഇറ്റ് വാസ് എ ലാർജ് എ സെന്റർ. ക്ലീവ്ലാൻഡ് ഒരു വലിയൊരു സെന്റർ ആണ്. ആൻഡ് ഇറ്റ് വാസ് ഓൺലി 35 മൈൽസ് ഫ്രം അക്രോൺ. അക്രോണിൽ നിന്ന് ഒരു 35 മൈൽ മാത്രമാണ് ഉള്ളത് ഈ ക്ലീവ്ലാൻഡ്. സോ ദാറ്റ് ഡോക്ടർ ബോബ് നൗ ഇൻ ദ ലാസ്റ്റ് സ്റ്റേജസ് ഓഫ് ഇൽനെസ് വുഡ് ബി ഏബിൾ ടു അപ്പിയർ. ഡോക്ടർ ബോബിന്റെ കാര്യം വളരെ നമ്മൾ വായിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ അസുഖം കാരണം അത് ലാസ്റ്റ് സ്റ്റേജ് ആയിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാരണം കൂടി ആണ് ആ ക്ലീവ്ലാൻഡ് വെക്കാൻ. He had undergone his first operation in 1947. By 1948, he was diagnosed as having terminal cancer. അദ്ദേഹത്തിന് ക്യാൻസർ ഉറപ്പിച്ചു. 1947 ഓപ്പറേഷൻ, 48 അദ്ദേഹത്തിന്റെ ക്യാൻസർ, അത് ടെർമിനൽ ക്യാൻസർ, അതായത് മരണപ്പെടും എന്നുള്ള കാര്യം ഉറപ്പായി. ക്യാൻസർ കൊണ്ട് മരണപ്പെടും എന്നുള്ള കാര്യം ഉറപ്പായി. As plans for the conventions were laid, Earl T, founder of the Chicago group, suggested that the 12 points to assure our future. അപ്പൊ ഈ കൺവെൻഷൻ ഇതിന്റെ പദ്ധതികൾ റെഡിയായതോടുകൂടി ഏൾ ടി, അയാളായിരുന്നു ഷിക്കാഗോവിന്റെ ഗ്രൂപ്പിന്റെ ഫൗണ്ടർ. അദ്ദേഹം 12 പോയിന്റുകൾ നമ്മളുടെ ഭാവി ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് അത് സജസ്റ്റ് ചെയ്തു, ഒരു നിർദ്ദേശം വെച്ചു. വുഡ് ബെനിഫിറ്റ് ഫ്രം റിവിഷൻ ആൻഡ് ഷോർട്ടനിങ്. അതിന്റെ മെച്ചം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് റിവൈസ് ചെയ്യാനും അതിനെ ചുരുക്കാനും പറ്റും എന്നുള്ളതുകൊണ്ടാണ്. ഇൻ 1949 ബിൽ സെറ്റ് ഔട്ട് ഡു ദിസ്. 1949 ബില്ല് ഇതിന് തയ്യാറെടുപ്പ് ചെയ്തു ഇതിനു വേണ്ടി, ഇൻ ടൈം ഫോർ ദി ക്ലീവ്ലാൻഡ് ഇവന്റ്. ഇതിനു വേണ്ടിയിട്ടാണ് ക്ലീവ്ലാൻഡിൽ ഈ ഒരു ഇവന്റ് നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉദ്ദേശം ഉള്ളതുകൊണ്ട് ബില്ല് അത് ചെയ്യാനായിട്ട് പുറപ്പെട്ടു. ആൻഡ് ഓഫ് കോഴ്സ് ഹി നെവർ റിയലി ലെറ്റ് ഗോ ഓഫ് ഹിസ് ഐഡിയ ഓഫ് എ ജനറൽ സർവീസ് കോൺഫറൻസ്. പക്ഷെ അപ്പോഴും ബില്ല് ജനറൽ സർവീസ് കോൺഫറൻസിന്റെ ഒരു കാര്യത്തെക്കുറിച്ച് വിട്ടുകൊടുത്തില്ല. അപ്പോഴും അത് അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു. മെമ്മറാണ്ടംസ് ടു ദ ട്രസ്റ്റീസ് ആൻഡ് ലെറ്റേഴ്സ് ടു ഡോക്ടർ ബോബ് കണ്ടിന്യൂ ടു ഫ്ലൈ ഫ്രം ഹിസ് ഫെർട്ടൈൽ ബ്രെയിൻ. അദ്ദേഹത്തിന്റെ വളരെ ഫലപുഷ്ടിയായിട്ടുള്ള ഒരു ബുദ്ധിയിൽ നിന്നും ഒരുപാട് കത്തുകൾ ബോബിനും ട്രസ്റ്റീസിനും അയച്ചുകൊണ്ടേയിരുന്നു. On May 24th, 1949, at the invitation of Rochester's Dr. Kirby Collier, one of AA's earliest admirers among psychiatrists, Bill was invited to participate in an alcoholism symposium. 1949 ബില്ലിന് ഒരു സൈക്കാട്രിസ്റ്റ് ഒരു ആൽക്കഹോളിക് സിംബോസിയത്തിൽ, ഒരു വലിയൊരു മീറ്റിംഗിൽ ബില്ലിനെ ക്ഷണിച്ചു. Symposium to be presented at the American Psychiatric Association meeting in Montreal. അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷൻ ആ ഒരു മോൺട്രിയലിൽ നടക്കുന്ന ഒരു മീറ്റിംഗിൽ ബില്ലിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ഒരു ക്ഷണം ഉണ്ടായിരുന്നു. നമ്പർ ഓഫ് APA, അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷൻ മെമ്പേഴ്സ് were unenthusiastic. ഒരുപാട് ഡോക്ടർമാർക്ക്, ഈ സൈക്കാട്രിസ്റ്റുകൾക്ക് അത് വലിയൊരു രസകരമായിരുന്നില്ല. അബൌട്ട് ബീങ് അഡ്രസ്ഡ് ബൈ എ ലേമാൻ. ഒരു സാധാരണക്കാരൻ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതിൽ അവർക്ക് വലിയ അഭിപ്രായം ഉണ്ടായിരുന്നു. അബൌട്ട് ദിസ് ബിൽ ലൈക്ക് ടു ടെൽ ആൻ അനക്ഡോട്ട് ഓൺ ഹിംസെൽഫ്. ഈ ഒരു സംഭവത്തെക്കുറിച്ച് ബില്ലിന് തന്നെ ഒരു കാര്യം പറയാൻ ആഗ്രഹമുണ്ട്. അതെന്താണെന്ന് കൂടെ പറയുന്നുണ്ട്. ആഫ്റ്റർ ഹിസ് ടോക്ക്, എ പാസ്റ്റ് പ്രസിഡന്റ് ഓഫ് ദി APA had declared that outside of the few AAs in the room and myself, I do not think a single one of my colleagues believed a word of your explanation. അപ്പൊ ഇതാണ് അനക്ഡോട്ട്, ഇതാണ് അദ്ദേഹം ഓർത്തെടുത്തത്. ഇദ്ദേഹം സംസാരിച്ച ശേഷം, ബില്ല് സംസാരിച്ച ശേഷം
ഒരു മുൻ മുൻ പ്രസിഡന്റായ ഈ അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷന്റെ ഒരു മുൻ പ്രസിഡന്റായ ഒരു വ്യക്തി ഒരു കാര്യം പുറത്തു പറഞ്ഞു. ഔട്ട്സൈഡ് ഓഫ് ദ ഫ്യൂ എഎസ് ഇൻ ദ റൂം, എ അല്ലാത്ത കുറച്ച് ആളുകൾ, റൂമിലുള്ള കുറച്ച് ആൾക്കാരും ഞാനും ഒഴിച്ചു കഴിഞ്ഞാൽ, I do not think a single one of my colleagues believed a word of your explanation. ഒരാൾക്കും ഇത് വിശ്വാസം വന്നില്ല. നിങ്ങൾ ഇത്രയും നേരം എക്സ്പ്ലെയിൻ ചെയ്തത് ആർക്കും വിശ്വസിക്കത്തക്കം ആയിരുന്നില്ല എന്നാണ് പറയുന്നത്. When Bill expressed surprise at this and mentioned how much applause he had received, the man replied. അപ്പോഴാണ് ബില്ല് പറയുന്നത്, അയ്യോ അങ്ങനെയല്ലല്ലോ, അത്ഭുതപ്പെട്ടുകൊണ്ട് പറഞ്ഞു, നല്ല കയ്യടി കിട്ടി എനിക്ക് എന്ന് പറഞ്ഞപ്പോ ആ എക്സ് പ്രസിഡന്റ് പറഞ്ഞു, വെൽ മിസ്റ്റർ വിൽസൺ, you AAs have 100,000 recoveries and we in psychiatric profession have only a few. അവിടെ ഒരു സത്യാവസ്ഥ അദ്ദേഹം പുറത്തു പറഞ്ഞു. അതായത് ബില്ലിനോട് പറഞ്ഞു, നല്ലതാണ് മിസ്റ്റർ വിൽസൺ, നിങ്ങൾ ഏക്കാര് ഒരു 100,000 മോചനങ്ങൾ നിങ്ങൾക്ക് കൈവരിക്കാൻ സാധിച്ചു. മറിച്ച് ഞങ്ങൾ ഈ സൈക്കാട്രിക് തൊഴിൽ ചെയ്യുന്ന ആളുകൾക്ക് വളരെ കുറച്ചേ ഉള്ളൂ റിക്കവറി ഉണ്ടായിട്ടുള്ളൂ. ദേ വർ അപ്ലോഡിങ് ദ റിസൾട്ട്സ് മച്ച് മോർ ദാൻ ദ മെസ്സേജ്. അതായിരുന്നു അവര് ആ റിസൾട്ട്, അതായത് ഇത്രയും പേരെ മോചിപ്പിക്കാൻ സാധിച്ചു എന്നുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ് അവർ കൈയടിക്കുന്നുണ്ടായിരുന്നത്. അപ്പൊ ആ മെസ്സേജിനെക്കാളും അതിനായിരുന്നു പ്രസക്തി. ദ എംഫസിസ് ഇസ് ബിൽസ്. അതായിരുന്നു. അപ്പൊ ബില്ലിന്റെ ഒരു ഊന്നിപ്പറയലാണ്. അതായത് മെസ്സേജിനേക്കാളും നമുക്ക് എക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ മോചനത്തെ അവര് വളരെ അപ്രീഷിയേറ്റ് ചെയ്തിരുന്നു. On June 1st, barely a week after Bill's Montreal talk, Dr. Bob's wife Annie died. ജൂൺ 1-ാം തീയതി ഒരാഴ്ച പോലും കഴിഞ്ഞില്ല മോൺട്രിയലിൽ ബില്ല് സംസാരിച്ച ശേഷം ഡോക്ടർ ബോബിന്റെ ഭാര്യ ആനി മരണപ്പെട്ടു. ബിൽസ് ഇമോഷൻസ് മസ്റ്റ് ഹാവ് ബീൻ എ വിർച്വൽ റോളർ കോസ്റ്റർ. ബില്ലിന്റെ മാനസികാവസ്ഥ വളരെ ഒരു റോളർ കോസ്റ്റർ, അതായത് ഇങ്ങനെ കറങ്ങണ പോലെ ഒരവസ്ഥയിലായി. He was still seeing a psychiatrist. Now it was a doctor named Francis Weeks. അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണെന്ന് പറയുന്നത് ഒരു സൈക്കാട്രിസ്റ്റ്, ഒരു മനോരോഗ വിദഗ്ധനെ സന്ദർശിക്കുന്നുണ്ടായിരുന്നു, കൺസൾട്ട് ചെയ്യുന്നുണ്ടായിരുന്നു തന്നെ ആയിരിക്കും. അതിപ്പോ ആ ഡോക്ടറുടെ പേര് ഫ്രാൻസിസ് വീക്സ് എന്നാണ്. He saw her once a week on Fridays and messenger sheen for Catholic instruction on Saturdays. ഈ ഡോക്ടറെ ആഴ്ചയിൽ ഒരു പ്രാവശ്യം വെള്ളിയാഴ്ചകളിൽ കണ്ടു. മെസ്സഞ്ചർ ഷീൻ കാത്തലിക് നിർദ്ദേശങ്ങൾക്ക് വേണ്ടി ശനിയാഴ്ച കണ്ടിരുന്നു. വെള്ളിയാഴ്ചയും ശനിയാഴ്ചത്തെയും ഉള്ള കാര്യം പറയണം. ഓഫ് ദ ഹെൽപ്പ് ദി സൈക്കാട്രിസ്റ്റ് വാസ് ഗിവിംഗ് ഹിം, he wrote to a friend. എന്തായിരുന്നു ആ മനോരോഗ വിദഗ്ധൻ അദ്ദേഹത്തിനെ സഹായിച്ചത് എന്ന് അദ്ദേഹത്തിന്റെ ഫ്രണ്ടിന് എഴുതിയ കത്താണെന്ന് ഇനി വായിക്കുന്നത്. Her thesis is that my position in AA has become quite inconsistent with my needs as an individual. അവരുടെ കണ്ടെത്തൽ എന്താണ്? എൻ്റെ ആൽക്കഹോളിക്സ് അനോണിമസിലെ ഇപ്പോഴത്തെ പൊസിഷൻ ഒരു ഇൻകൺസിസ്റ്റന്റ്, അതായത് ഒരു ദൃഢതയില്ലാതെ, ഒരു നിശ്ചയമില്ലാതെ, എൻ്റെ ആവശ്യങ്ങൾ, അതിലുള്ളതും എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഞാൻ എന്ന വ്യക്തിയുടെ ആവശ്യങ്ങളും അത് രണ്ടും വെച്ച് നോക്കുമ്പോൾ ഒരു സ്ഥിരതയില്ല എന്നാണ് അവർ കണ്ടെത്തിയത്. ഹൈലി സാറ്റിസ്ഫാക്ടറി ടു ലീവ് വൺസ് ലൈഫ് ഫോർ അതേഴ്സ്. ഇറ്റ് കനോട്ട് ബി എനിത്തിങ് ബട്ട് ഡിസാസ്ട്രസ് ടു ലീവ് one's life for others as those others think it should be lived. Highly satisfactory to live one's life for others. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കുക എന്നുള്ളത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്, ഒരു തൃപ്തി നൽകുന്ന കാര്യമാണ്. It cannot be anything but disastrous to live one's life for others
പക്ഷെ അതൊരു കാര്യമുണ്ട്, അത് മറ്റുള്ളവർക്ക് വേണ്ടി വേറൊന്നും ആയിരിക്കില്ല. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോൾ അത് വളരെ ഡിസാസ്ട്രസ് ആയിരിക്കും. വൺസ് ലൈഫ്, അത് അയാളുടെ ജീവിതം വളരെ ഡിസാസ്ട്രസ് ആയിരിക്കും. ടു ലിവ് വൺസ് ലൈഫ് ഫോർ അതേഴ്സ്, ഒരാള് മറ്റൊരാൾക്ക് വേണ്ടി ജീവിക്കുന്നത് എന്ന് പറയുന്നത് വളരെ ഡിസാസ്ട്രസ് ആയിരിക്കും. ആസ് ദോസ് അതേഴ്സ് തിങ്ക് ഇറ്റ് ഷുഡ് ബി ലിവ്ഡ്, അവർ വിചാരിക്കുന്ന പോലെ ജീവിക്കണമെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. വൺ ഹാസ് ഫോർ ബെറ്റർ ഓർ വേഴ്സ് ടു ചൂസ് ഹിസ് ഓൺ ലൈഫ്. നല്ലതിനായാലും ശരി ചീത്തയായാലും ശരി, ഒരാൾ അദ്ദേഹത്തിന്റെ ജീവിതം എങ്ങനെയാ വേണ്ടതെന്ന് തിരഞ്ഞെടുക്കേണ്ട ഒരു ഒരു കാര്യമുണ്ട്. The extent to which AA movement and individuals in it determine my choices is really astonishing. മറ്റുള്ളവർ ഞാൻ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഓരോ ഇവിടത്തുള്ള എയിലുള്ള ഒരു വ്യക്തികളെ ഞാൻ എത്രത്തോളം മൂവ്മെന്റിൽ ഉണ്ടാവണം എന്ന് മറ്റുള്ളവർ തീരുമാനിക്കുന്ന ഒരു കാര്യം, എന്റെ ചോയ്സ് എന്തായിരിക്കണം എന്ന് അവർ തീരുമാനിക്കുന്ന ഒരു കാര്യം അത്ഭുതപ്പെടുത്തുന്നതാണ്. Things which are primary to me, even for good of AA, are unfulfilled. വളരെ പ്രാഥമികമായിട്ടുള്ള കാര്യം നന്നാവാൻ വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ പോലും അതുപോലും പൂർത്തീകരിക്കപ്പെട്ടിരുന്നില്ല. I am constantly diverted to secondary or even useless activities by AAs who demands seem to them primary. കൂടെ എന്റെ ശ്രദ്ധ തിരിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലുമൊക്കെ ആവശ്യമില്ലാത്ത ആക്ടിവിറ്റീസ്, ഈ ഏകാരുടെ ആക്ടിവിറ്റീസ്, അവരുടെ ആവശ്യം എന്തായിരുന്നു? അവരുടെ ആവശ്യം അവരുടെ വളരെ പ്രാഥമികമായ ആവശ്യമായിരുന്നു. ബട്ട് ആർ നോട്ട് റിയലി സോ. പക്ഷെ അങ്ങനെ അവരങ്ങനെ അവകാശപ്പെടുന്നെങ്കിൽ അങ്ങനെ ആയിരുന്നില്ല. സോ വി ഹാവ് the person of Mr. Anonymous in conflict with Bill Wilson. അപ്പൊ അവിടെയാണ് ഈ അനാമധേയത്വം ബില്ലുമായിട്ട് ഒരു തർക്കത്തിൽ വരുന്നത്. ടു മീ ദിസ് ഈസ് മോർ ദാൻ ആൻ ഇൻട്രസ്റ്റിംഗ് സ്പെക്കുലേഷൻ, ഇറ്റ് ഈസ് ഹോംലി ഗുഡ് സെൻസ്. ഇത് സ്പെക്കുലേറ്റ് ചെയ്യാൻ ഒരു വളരെ നല്ല താല്പര്യമുണ്ട്. അത് വളരെ നല്ല സെൻസിലാണ് ഉള്ളതെന്ന്. To indicate some of the other kinds of demands that were regularly made on Bill, here is an entry from Louis Diary for a not typical day. ബില്ലിന്റെ ഓരോ പ്രശ്നങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഇത് വേറൊരു കാര്യത്തെ കുറിച്ച് പറയണം. ലൂയിയുടെ ഡയറി എന്ന് വായിച്ച ഒരു കാര്യത്തെ കുറിച്ചാണ്. മറ്റുള്ള ഈ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ എന്താണ്? ബിൽ, ഹെലൻ ആൻഡ് എബ് ലെഫ്റ്റ് ഫോർ ടൗൺ. ബില്ല്, ഹെലൻ ആൻഡ് എബ്, ഒരു മൂന്നാള് ടൗണിലേക്ക് പോയി. ബിൽ ലെഫ്റ്റ് സെയിങ് ദാറ്റ് ഇഫ് എനിവൺ കെയിം ടു ഹിം വിത്ത് അനദർ പ്രോബ്ലം ഹി ഹാഡ് സ്ക്രീം. മറ്റുള്ള എന്തെങ്കിലും പ്രശ്നമായിട്ട് ആരെങ്കിലും ബില്ലിനോട് വന്നാൽ അദ്ദേഹം നിലവിളിക്കും എന്ന് പറഞ്ഞു. സൂൺ ആഫ്റ്റർ ദേ ലെഫ്റ്റ്, ഡോട്ട് ബിൽസ് സിസ്റ്റർ ഫോൺ സെയിങ് ഷീ ഹാഡ് ദി മോസ്റ്റ് ഓഫുൾ ലെറ്റർ ഫ്രം ഹർ മദർ. അവർ പോയ ശേഷം ബില്ലിന്റെ സിസ്റ്റർ ഫോൺ ചെയ്ത് പറയുകയാണ്, ഒരു വളരെ ഭയാനകമായിട്ടുള്ള ഒരു കത്ത് അവരുടെ അമ്മയുടെ നിന്ന് കിട്ടി എന്നുള്ളത്. Who had been told the March issue of the Grapevine said we were on our way out there. Grapevine-ൽ പറഞ്ഞ ഒരു കാര്യം നമ്മൾ എല്ലാവരും അവിടെ ഉണ്ട്, which it does not. അത് തെറ്റായിരുന്നു എന്നാണ് Grapevine-ലുണ്ട്. That we had not let her know that she had borrowed $75,000 etc. എന്തൊരു കാര്യം മറച്ചു വെച്ചു, $75,000 കടം വാങ്ങിച്ച കാര്യം മറച്ചു വെച്ചു എന്നുള്ളതെല്ലാമായിരുന്നു അത്. ഡോട്ട് said she thought she should fly right out as she was afraid of suicide. ഇത് അവർക്ക് ആത്മഹത്യ പ്രേരണ പോലും ഉണ്ടായി. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് അവര് അപ്പൊ തന്നെ വരണം എന്ന്, പ്ലെയിനിൽ വരണം എന്ന് വിചാരിച്ചു. ബിൽ പുൾഡ് റോപ്സ് ആൻഡ് ഗോട്ട് ഹെർ എ പ്ലെയിൻ റിസർവേഷൻ for 2:30. ബില്ല് അദ്ദേഹത്തിന്റെ ഇൻഫ്ലുവൻസ് യൂസ് ചെയ്ത് ഒരു പ്ലെയിൻ റിസർവേഷൻ 2:30 മണിക്ക് കിട്ടി. ഷീ മിസ്ഡ് ദ ട്രെയിൻ ടു ന്യൂയോർക്ക് ആൻഡ് കിറ്റി ഡ്രോവ് ഹെർ ഓൾ ദ വേ. അപ്പോൾ ട്രെയിൻ കിട്ടിയില്ല. അപ്പോൾ
കാറിൽ കൊണ്ടാക്കി. എവ്രിബഡി വാസ് ഫോണിങ് എവ്രിബഡി എൽസ്. എല്ലാവരെയും ഫോൺ ചെയ്യുന്നായിരുന്നു. I wired Freddie B about mother. ടെലഗ്രാം അടിച്ചു അമ്മക്ക്. Dot should arrive in LA in 12 hours. LA എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ലോസ് ഏഞ്ചലസ്. Helen came home and Zerilda spent the night again. Bill sandwiched in getting Dot on the plane and Sibley out of Bellevue and off to High Watch Farm. ഇത് രണ്ട് കാര്യവും ചെയ്തു. ബില്ല് ഇവരെ പ്ലെയിൻ കയറ്റി അയക്കുകയും ചെയ്തു. സിബ്ലി ഔട്ട് ഓഫ് ബെൽവി ആൻഡ് ഓഫ് ടു ഹൈ വാച്ച് ഫാമിലേക്ക് എത്തിക്കാനും പറ്റി. പീപ്പിൾ സെൻസ്ഡ് എ സ്ട്രെങ്ത് ആൻഡ് എ ലാർജ് ദാൻ ലൈഫ് ക്വാളിറ്റി ഇൻ ബിൽ. ആളുകൾ അദ്ദേഹത്തിന്റെ അപാരമായിട്ടുള്ള ഒരു കഴിവിനെ കാണുന്നുണ്ടായിരുന്നു. സാധാരണ അല്ലാതെ larger than life, ജീവിതത്തെക്കാളും വലുതുള്ള. It was to him that they, family friends, AAs, turned for emotional, physical and spiritual സുഖോ. ഇവരായിരുന്നു it was to him that ഇവരൊക്കെ ആയിരുന്നു ബില്ലിനോട് ഒരു വൈകാരികമായിട്ടോ ശാരീരികമായിട്ടോ അല്ലെങ്കിൽ ആത്മീയമായിട്ടോ ഉള്ളൊരു ഇതിനു വേണ്ടി ബില്ലിനോട് ഇവരായിരുന്നു വരുന്നുണ്ടായിരുന്നത്. നോട്ട് ഓൺലി വാസ് ഹി അൺവില്ലിംഗ് ഓർ അൺഏബിൾ ടു റിഫ്യൂസ് ദം, ഹി വെന്റ് ഔട്ട് ഓഫ് ഹിസ് വേ ടു ഓഫർ ഹിസ് ഹെൽപ്പ് ടു ഓൾ സോർട്സ് ഓഫ് പീപ്പിൾ. അദ്ദേഹം ഒരിക്കലും ഇതിന് താല്പര്യമില്ലാത്ത ആളായിരുന്നില്ല. അദ്ദേഹത്തിനത് റെഫ്യൂസ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. അപ്പൊ അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തിന്റെ പരമാവധി ശക്തി ഉപയോഗിച്ചുകൊണ്ട് ഈ സഹായം എല്ലാവർക്കും കൊടുത്തിരുന്നു. എ ഫോർമർ നോൺ ആൽക്കഹോളിക് ട്രസ്റ്റി ഹു ഹാഡ് fallen on hard times, Mark Wallen, ഒരു നോൺ ആൽക്കഹോളിക് ട്രസ്റ്റി, വളരെ കഷ്ടപ്പാടിലായി. മാർക്ക് വാലൻ, ഹിസ് ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ഫ്രം ഈസ്റ്റ് ഡോർസെറ്റ് was ill and needed support. അദ്ദേഹത്തിന്റെ ബാല്യകാല ഫ്രണ്ട് ഈസ്റ്റ് ഡോർസെറ്റ് അസുഖം വന്നു, അവർക്ക് സഹായം വേണ്ടി വന്നു. ഡോക്ടർ Sue was having emotional troubles. ഡോക്ടർ ബോബിന്റെ മോള് സ്യൂ, അവർക്ക് വൈകാരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. For the last years of Gilman's life, Bill sent him checks regularly. വേറൊരു ഗിൽമൻസ് എന്ന് പറഞ്ഞ ആളുടെ ആവശ്യത്തിനായിട്ട് ബില്ല് പൈസ കൊടുക്കുന്നുണ്ടായിരുന്നു, ചെക്ക് റെഗുലർലി. He invited his sister Helen to live at Stepping Stones. അദ്ദേഹത്തിന്റെ സിസ്റ്റർ അദ്ദേഹത്തിന്റെ കൂടെ ജീവിക്കാനായിട്ട് സ്റ്റെപ്പിംഗ് സ്റ്റോൺസിലേക്ക് വിളിച്ചു. He made sure his sister Dorothy had help. He got her to Dr. Tibu. അതേപോലെ അത് ഉറപ്പുവരുത്തി, സിസ്റ്ററിന് സഹായം കിട്ടുന്ന കാര്യത്തിൽ ഉറപ്പുവരുത്തി. ഡോക്ടർ ടിബോവിനടുത്ത് കാണിച്ചു. വെൻ ഇൻ മിഡ് ലൈഫ് ഷീ ഹാഡ് ആൻ ഇമോഷണൽ ക്രൈസിസ്. അവർക്കൊരു വൈകാരികമായിട്ടുള്ള ഒരു പ്രശ്നം വന്നപ്പോൾ ആ കൺസൾട്ട് കാണിച്ചിരുന്നു. ഹി കെപ്റ്റ് എ കോൺസ്റ്റന്റ് ഐ ഓൺ ഹിസ് മദർ ഇൻ സാൻ ഡിയാഗോ. അദ്ദേഹത്തിന്റെ അമ്മയെ എപ്പോഴും പരിപാലനം ചെയ്തിരുന്നു സാൻ ഡിയാഗോയിൽ. And in her last years insisted that she come east to live. അവരുടെ അവസാന കാലങ്ങളിൽ ഇങ്ങോട്ട് വന്ന് ജീവിക്കാൻ നിർബന്ധിച്ചിരുന്നു. Of course there was എബി ഉണ്ടായിരുന്നു ആ സമയത്ത്. Bill's behavior toward എബി, even given his generous nature and his depth of affection to the man he called his sponsor. ബില്ലിന്റെ അടുപ്പം, എബിയായിട്ടുള്ള അടുപ്പം, അദ്ദേഹത്തിന്റെ ഒരു വളരെ വിശാലമായിട്ടുള്ള ഒരു മനസ്സാണെങ്കിലും ആ സ്നേഹമാണെങ്കിലും അദ്ദേഹത്തെ സ്പോൺസർ എന്ന് പോലും വിളിച്ചിരുന്നു. When beyond the comprehension of many of his friends, went beyond the comprehension, ആർക്കും ചിന്തിക്കാൻ പോലും പറ്റാത്ത അളവിന് അത് വളർന്നു.
Bill simply could not do enough for Abby. ബില്ലിനൊന്നും ചെയ്യാൻ പറ്റില്ല, എബിന് വേണ്ടിയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. This, given the fact that Abby, after his family money had run out, ഇത് എന്ത് തന്നെ ആയാലും എബിയുടെ കാര്യത്തില് അദ്ദേഹത്തിന്റെ കുടുംബവും പൈസയെല്ലാം പോയ ശേഷം could do very little for himself. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് തന്നെ അയാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. Meant that Bill undertook major responsibility for him until Abby died sober in 1966. അത്രയും സഹായിച്ചു. ബിൽ അയാൾക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ ബില്ല് അതൊരു അദ്ദേഹത്തിന്റെ ഒരു കടമയായിട്ട് എടുത്തുകൊണ്ട്, ആ ഒരു ഉത്തരവാദിത്വം എടുത്തുകൊണ്ട് അദ്ദേഹത്തെ സഹായിച്ചു. അദ്ദേഹം മരണം സംഭവിക്കുന്നവരെ 1966. In addition to all this, Bill maintained an endless running correspondence with the dozens of writers who communicated with him weekly. അദ്ദേഹത്തിന്റെ ബില്ലിന്റെ കഠിനാധ്വാനങ്ങളെ കുറിച്ചാണ് നമ്മളിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് അദ്ദേഹം ഇത്രയെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും ഇത് കൂടാതെ അദ്ദേഹം എല്ലാവർക്കും കത്തെഴുതിക്കൊണ്ടിരുന്നു. ഓരോ ആളുകൾ കത്ത് അയക്കുമ്പോൾ അതിന് മറുപടി. who communicated with him weekly, ആഴ്ച തോറും അദ്ദേഹമായിട്ട് സംവാദിച്ചുകൊണ്ടിരുന്നവർക്കെല്ലാം, asking his advice and counsel on every manner of problem. പ്രശ്നങ്ങൾക്ക് പരിഹാരം കൊടുത്തുവരുന്നു. ആൽക്കഹോളിസം, ഡിപ്രഷൻ, സ്കിസോഫർണിയ, റേജ്, ഫെയ്ത്ത്, നോ ഫെയ്ത്ത്, എവറിഡേ പ്രോബ്ലംസ്, ഇതൊക്കെയായിരുന്നു. ഇതിലെല്ലാം അദ്ദേഹത്തിന്റെ ഒരു സജഷൻ കൊടുക്കുന്നുണ്ടായിരുന്നു. മദ്യപാനാസക്തി, ഡിപ്രഷൻ, മാനസിക വിഭ്രാന്തി, സ്കിസോഫർണിയ, ഒരുതരം മാനസിക രോഗം, റേജ്, ഫെയ്ത്ത്, ദേഷ്യം, വിശ്വാസമില്ലായ്മ, ദൈനംദിന പ്രശ്നങ്ങൾ, ഇതിനൊക്കെ കൊടുത്തുകൊണ്ടിരുന്നു. Despite all distractions, Bill's focus on building a service structure for AA remained constant. ഇതൊക്കെയായിരുന്നു ഡിസ്ട്രാക്ഷൻ. ഇത്രയും അദ്ദേഹം പല കാര്യങ്ങളും ചെയ്യുന്ന ആ ഒരു അവസ്ഥക്കിടയിലും അദ്ദേഹം ഒരു ഇതൊക്കെ ഉണ്ടെങ്കിലും അദ്ദേഹം ബില്ലിന്റെ ആ ഒരു ഫോക്കസ് എങ്ങനെയെങ്കിലും ഒരു എങ്ങനെയെങ്കിലും ഒരു സർവീസ് സ്ട്രക്ചർ ഉണ്ടാക്കണം എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം ഊന്നി നിൽക്കുന്നുണ്ടായിരുന്നു. ഹലോ, കേൾക്കാമല്ലോ അല്ലേ? ഹലോ ഹലോ കേൾക്കാം സാർ. കേൾക്കുന്നു. ഹലോ, കേൾക്കാം ലക്ഷ്മണ ചേട്ടാ. ശരി. ഇതുപോലുള്ള ഡിസ്ട്രാക്ഷൻസ് ഒക്കെ, അതായത് പലതരത്തിലുള്ള ഡിസ്ട്രാക്ഷൻ ഉണ്ടെങ്കിലും അദ്ദേഹം സർവീസ് സ്ട്രക്ചർ ഉണ്ടാക്കുന്ന കാര്യം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഊന്നിപ്പിടിച്ചുകൊണ്ടിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അത് കോൺസ്റ്റന്റ് ആയിരുന്നു. സ്റ്റാർട്ടിങ് ഇൻ 1945 ആൻഡ് കണ്ടിന്യൂയിങ് അൺടിൽ 1967. 1945 മുതൽ 67 വരെയും അതുണ്ടായിരുന്നു. When his last piece of process was finally completed. അപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ അവസാനത്തെ ഒരു കർത്തവ്യം അത് കംപ്ലീറ്റ് ആയത്. With the last piece of process was finally, he was determined to liberate AA from its parents. അദ്ദേഹത്തിന് എയുടെ പേരൻസിന്റെ അടുത്തുനിന്നും മോചനം ചെയ്യാൻ സാധിച്ചു എന്നാണ് പറയുന്നത്. ഹിംസെൽഫ് ആൻഡ് ബോബ്, ഡോക്ടർ ബോബ്, അതായത് അദ്ദേഹവും ബോബും ഇല്ലാതെ മുന്നോട്ട് പോവില്ല എന്നുള്ളൊരവസ്ഥയെ അദ്ദേഹത്തിന് മാറ്റാൻ സാധിച്ചു എന്നാണ് ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത്. ആൻഡ് ടു ലിങ്ക് ദ ട്രസ്റ്റീസ് മോർ റെസ്പോൺസിബിലി ടു ദ AA's മൂവ്മെന്റ്. വ്യക്തികൾക്ക് പ്രാധാന്യമില്ല എന്നുള്ള കാര്യം ഇവിടെ നിന്നായിരിക്കും
ഉണ്ടായിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ അവരുടെ കാലം കഴിയും, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ടാവും. അപ്പൊ അതുകൊണ്ടായിരിക്കണം. അപ്പോ ഈ ഡോക്ടർ ബോബിനെയും ഇദ്ദേഹത്തെയും മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു മുൻപോട്ട് തുടരാനായിട്ടുള്ള പ്രവൃത്തി ചെയ്തു. എന്നിട്ട് ഇവരുടെ കാര്യത്തെ മുഴുവൻ ഒരു ട്രസ്റ്റിമാരുടെ പുറത്ത് ഉത്തരവാദിത്വം കൊടുത്തു മുന്നോട്ട് പോകാനായിട്ട്. ബട്ട് ബിൽ ഹാഡ് നോട്ട് റെക്കൺഡ് ഓൺ ദ ഫീലിംഗ്സ് ഓഫ് ദ മെമ്പേഴ്സ് ഹു സോ നോ നീഡ് ഫോർ സച്ച് സെപ്പറേഷൻ. പക്ഷെ ബില്ലിന് ഒരിക്കലും ചില മെമ്പേഴ്സ് ഇതിന് താല്പര്യമില്ലാത്ത മെമ്പേഴ്സ് അവരുമായിട്ടുള്ള ഇത് ശരിയായില്ല ബില്ലിന്, ഓർ ലിങ്കേജ് അവരുമായിട്ടുള്ള ഈ ട്രസ്റ്റീസ് ആയിട്ടുള്ള ഇതിൽ കൊടുക്കണേൽ. ഫോർ ദ മോസ്റ്റ് പാർട്ട് ദേ വാണ്ടഡ് ബിൽ ദർ ലീഡർ ടു കണ്ടിന്യൂ ടു ലീഡ് ദം. എന്നിരുന്നാലും അവർക്ക് എല്ലാ കാര്യത്തിനും ബില്ലിന് വേണ്ടിയിരുന്നു. തുടർച്ചയായിട്ട് ബില്ല് അവരെ ലീഡ് ചെയ്യണം എന്നായിരുന്നു. In contentions between parent and child, it is usually the child who desires independence and the parent who wants to hold on. സാധാരണ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു മാതാപിതാക്കളും മക്കളും തമ്മിൽ സാധാരണ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളാണ് ഒരു സ്വാതന്ത്ര്യം വേണമെന്ന് ആഗ്രഹിക്കുക. എൻ്റെ മാതാപിതാക്കൾക്ക് അത് പിടിച്ചു നിൽക്കണം എന്നായിരിക്കും. Here the opposite was true. ഇവിടെ നേരെ തിരിച്ചാണ് സംഭവിച്ചത്. AA was growing now. AA was growing. AA വളരുന്നുണ്ടായിരുന്നു. Now truly international. ഇപ്പൊ അത് അന്തർദേശീയമായിട്ട് വളരുന്നു. There were groups as well as loners in the United Kingdom, in Western Europe and all over the world. പല സ്ഥലങ്ങളിലും ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. UK ഉണ്ടായിരുന്നു, വെസ്റ്റേൺ യൂറോപ്പിലുണ്ടായിരുന്നു, ലോകം മുഴുവൻ ഉണ്ടായിരുന്നു. ലോണേഴ്സ് ഉണ്ടായിരുന്നു, ഒറ്റപ്പെട്ട AA മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. ആൻഡ് ദ മോർ AA grew, the more in a sense it clung to Bill. ഇത് വളർന്നുകൊണ്ടേയിരിക്കുമ്പോഴും അത് ബില്ലുമായിട്ട് തൂങ്ങിക്കടന്നു എന്നാണ് പറയുന്നത്. Most ironic in this extraordinary situation was the fact that Bill and Dr. Bob could now no longer avail themselves of their own program for maintaining recovery. ഒരു വിരോധാഭാസം എന്ന് തന്നെ പറയാം. ഇങ്ങനെയുള്ള ഒരു എക്സ്ട്രാordinary ഒരു വളരെ അഭിജാതമായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ബില്ലിനും ബോബിനും ഇനിയും അവരെ തന്നെ ഇതിനു വേണ്ടിയിട്ട് ഒഴിഞ്ഞു വെക്കാനായിട്ട്, ഈ മോചനത്തിന് വേണ്ടിയിട്ട് അവരെ ഒഴിഞ്ഞു വെക്കാനായിട്ട് സാധിച്ചില്ല. That bastion of anonymity, that safe place where any drunk could sit and quietly retreat, be healed and be truly anonymous, was not available to Bill. അതായത് ഈ അനോണിമസ് പ്രിൻസിപ്പിൾ അവിടെ പ്രവർത്തിക്കാനായിട്ട് സാധിക്കാത്തൊരവസ്ഥയിലായിരുന്നു. ദ ബാസ്റ്റിയോൺ ഓഫ് അനോണിമിറ്റി, അതിൻ്റെ ഒരു അനോണിമിറ്റിയുടെ ഒരു തത്വത്തിൻ്റെ ഒരു ഇത്. പിന്നെ അതൊരു വളരെ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലം, ഏത് കുടിയനും വന്നിരിക്കാം, രക്ഷപ്പെട്ടു പോവാം. അത് ഒരു പ്രശ്നമായിരുന്നു. ഇറ്റ് വാസ് വെർച്വലി ഇമ്പോസിബിൾ ഫോർ ഹിം ടു അറ്റൻഡ് എൻ AA മീറ്റിംഗ് ആസ് എ റെഗുലർ മെമ്പർ. ബില്ലിന് ഒരു സാധാരണ ഒരു AA മെമ്പറായിട്ട് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി. Wherever he went, he was sooner or later spotted, named and asked to lead. എവിടെ പോയാലും അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞു, അദ്ദേഹത്തെ ലീഡ് ചെയ്യാനായിട്ട് വിളിച്ചു. Looking closely at the details of Bill's day-to-day life, one realizes that he was in a constant process of emptying himself out through service to others. ബില്ലിന്റെ ദൈനംദിന ജീവിതം നോക്കിക്കഴിഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാവും, അദ്ദേഹം നിരന്തരമായിട്ടുള്ള അദ്ദേഹത്തെ ഒഴിഞ്ഞു വെക്കുന്ന ഒരു അവസ്ഥയിലാണ്. മറ്റുള്ളവർക്ക് സേവനം ചെയ്തുകൊണ്ടുള്ള ഒരു ജീവിതം.
and that he had little opportunity to replenish his own energy. അദ്ദേഹത്തിന്റെ ശാരീരികമായിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ എനർജിയെ ഒന്ന് റിപ്ലനിഷ് ചെയ്യാനായിട്ട്, ഒന്നുകൂടി ഉത്തേജപ്പെടുത്താനായിട്ട് അദ്ദേഹത്തിന് ഒരു സന്ദർഭം തന്നെ ഉണ്ടായിരുന്നില്ല. നോട്ട് ഈവൻ ദ ബെനിഫിറ്റ് ഓഫ് മീറ്റിംഗ്സ്, ഈവൻ മീറ്റിംഗിന്റെ ഒരു സഹായം പോലും അദ്ദേഹത്തിന് കിട്ടിയിരുന്നില്ല. On May 11th, 1950, about 3 months before the Cleveland Convention, Bill and Louis went to Europe. ഈ ന്യൂസിലാൻഡ് ക്ലീവ്ലാൻഡ് കൺവെൻഷൻ തൊട്ട് മുമ്പായിട്ട് മെയ് 11 3 മാസം മുമ്പ് ബില്ലും ലൂയിയും യൂറോപ്പിലേക്ക് പോയി, സ്പെസിഫിക്കലി ടു വിസിറ്റ് എ ഇൻ യൂറോപ്പ്. യൂറോപ്പിലുള്ള എനെയൊക്കെ ഒന്ന് കാണാനായിട്ട് പോയി. എ ലെറ്റർ ബിൽ റോട്ട് ടു ഡോക്ടർ ബോബ് ഫ്രം ഡ്യൂബ്ലിൻ റീഡ്സ് ഇൻ പാർട്ട്. അദ്ദേഹം എഴുതിയ ഒരു കത്ത് അവിടുന്ന്, യൂറോപ്പിൽ നിന്ന്. ലൂയി ആൻഡ് ഐ ബോത്ത് വിഷ് സ്മിതി that you could have seen and felt what we have on this journey. ഞങ്ങൾ രണ്ടാൾ ആഗ്രഹിക്കുന്നു, ഞങ്ങൾ എന്താണ് ഇവിടെ സംഭവിച്ചതെന്നുള്ളത് നിങ്ങൾ അറിയണം എന്നുള്ള ഒരു ആഗ്രഹം ഉള്ള കാര്യമായിട്ട് പറയുന്നു. We need not tell you that AA has come to Europe to stay. AA യൂറോപ്പിലേക്ക് ഇവിടെ വന്നിട്ടുള്ള കാര്യത്തിൽ മാത്രമല്ല പറയുന്നത്. With its usual ease, it is breaking down all barriers of race, creed, language and tradition. അതിൻ്റെതായിട്ടുള്ള ഒരു എയുടെ അതിൻ്റെതായിട്ടുള്ള ഒരു ശാന്തത കൊണ്ട് അത് എല്ലാ ബാരിയേഴ്സിനെയും, എല്ലാ തടസ്സങ്ങളെയും, റേസിന്റെ തടസ്സങ്ങളാവട്ടെ, ജാതിയുടെ തടസ്സമാവട്ടെ, ഭാഷയുടെ തടസ്സമാവട്ടെ, അല്ലെങ്കിൽ പാരമ്പര്യത്തിന്റെ തടസ്സം, ഇതെല്ലാം മറികടക്കുന്നുണ്ട്. വിതൗട്ട് മച്ച് ഓഫ് എനി AA literature, a great job is being done strongly reminiscent of our pioneering time at Akron, Cleveland and New York. അതുപോലുള്ള ഒരു കാര്യം, ഒരു അധികം ഇതിന്റെ സാഹിത്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ഒരു വലിയ സേവനത്തിന്റെ ജോലി നടക്കുന്നുണ്ട്. അത് ഏകദേശം നമ്മൾ അക്രോൺ, ക്ലീവ്ലാൻഡ്, ന്യൂയോർക്കിൽ ചെയ്തതിന്റെ ഒരു ഇതായിട്ടാണ് തോന്നുന്നത്. Though they have the advantage of our background of success, the groups start here under very different circumstances. നമ്മുടെയൊക്കെ ഒരു വിജയത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് അവർക്ക് ഉണ്ടെങ്കിൽ പോലും ഇവിടുത്തെ ഗ്രൂപ്പുകൾ വേറെ സാഹചര്യത്തിലാണ് ഇവർ പ്രവർത്തിക്കുന്നത്. ദാൻ എ ന്യൂ ഗ്രൂപ്പ് സ്റ്റാർട്ട്സ് അപ്പ് ഷോപ്പ് അറ്റ് ഹോം. നമ്മുടെ അവിടെയുള്ള ഒരു പുതിയൊരു ഗ്രൂപ്പ് തുടങ്ങുന്ന പോലെ ഇവർ വേറെ സന്ദർഭങ്ങളാണ് ഇവിടെ ചെയ്യുന്നത്. ലൈക്ക് അസ് ഇൻ ദ ഏർലി ഡേയ്സ് ദേ ക്യാൻ ടേക്ക് നത്തിങ് ഫോർ ഗ്രാൻഡഡ്. ഒന്നും തന്നെ നടക്കും എന്നുള്ള ഉറപ്പ് ഇല്ല, ഒന്നും അങ്ങനെ സംഭവിച്ചോളും എന്നുള്ള ഒരു ധൈര്യത്തിലല്ല അവര് ചെയ്തിരുന്നത്, നമ്മൾ പണ്ട് ചെയ്തിരുന്ന പോലെ. ദ പബ്ലിക് സ്റ്റിൽ നോസ് നത്തിങ് അബൌട്ട് ദം. ഇപ്പോഴും ഇവിടുത്തെ സാധാരണക്കാരന് ഒന്നും അറിയില്ല, ഇവരെ കുറിച്ച് ഒന്നും അറിയില്ല. ദ ക്ലർജി ആൻഡ് ഡോക്ടേഴ്സ്, അതായത് ഈ പണ്ഡിതന്മാരും ഡോക്ടർമാരും, അവർക്കൊന്നും ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല, വിത്ത് എ ഫ്യൂ എക്സെപ്ഷൻസ്. പക്ഷെ അതിൽ ചിലവരെ അറിയും എന്നാണ് പറയുന്നത്. സ്റ്റിൽ വണ്ടർ, അവര് അത്ഭുതപ്പെടുന്നുണ്ട്. ദി യൂഷ്വൽ ഡിബേറ്റ്സ് വെദർ ഗോഡ് മെയ്ഡ് മാൻ ഓർ മാൻ മെയ്ഡ് ഗോഡ് റേജ് ഓൺ. ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയോ മനുഷ്യൻ ദൈവത്തെ ഉണ്ടാക്കിയോ എന്നുള്ള തർക്കം ഇന്നും മുമ്പോട്ട് പോകുന്നുണ്ട്. They fear all sorts of calamities which you and I know won't happen. ഒരിക്കലും ഉണ്ടാവാൻ പോകുന്നില്ല എന്നുള്ള പ്രതിസന്ധികളെ കുറിച്ച് അവർ പേടിക്കുന്നു. And yet they press on. It makes us relive old times. പക്ഷെ എന്നിരുന്നാലും അവരങ്ങനെ മുമ്പോട്ട് പോകും. പക്ഷെ അത് നമ്മൾക്ക് നമ്മളുടെ പഴയ ജീവിതത്തെ ഒന്നുകൂടി ജീവിക്കാനായിട്ട് സാധിക്കുന്നു. Bill dubbed the upcoming 15th anniversary celebration AA's Comes of Age Party.
AA is generally thought to have come of age 5 years later, St. Louis, but Bill's inner timetable was, as usual, 5 years ahead of other people's. Bill dubbed the upcoming 15th anniversary celebration എയുടെ 15ാമത്തെ ആനിവേഴ്സറി ആഘോഷങ്ങൾ എ ഈസ് കമ്മിങ് ഓഫ് ഏജ്, എ വളർന്നു വരുന്നു, കമ്മിങ് ഓഫ് ഏജ്, അതിൻ്റെ ഒരു പാർട്ടി. എ ഈസ് ജനറലി തോട്ട് ടു ഹാവ് കം ഓഫ് ഏജ്. വളരെ പണ്ട് തൊട്ടേ എ വന്നു എന്നുള്ളതാണ്, അങ്ങനെയാണ് വിശ്വസിച്ചിരുന്നത് 5 കൊല്ലം കഴിഞ്ഞ ശേഷം അറ്റ് സെയിന്റ് ലൂയി. ബട്ട് ബില്ലിന്റെ ഉള്ളിലുള്ള ഒരു ടൈം ടേബിൾ എന്തായിരുന്നു? ആസ് യൂഷ്വൽ 5 years ahead of other people's. അത് അദ്ദേഹം മനസ്സിൽ വിചാരിച്ചിരുന്നത് മറ്റുള്ളവരെക്കാൾ 5 കൊല്ലം മുമ്പിലാണ്. ദ ക്ലീവ്ലാൻഡ് കൺവെൻഷൻ വാസ് എ മെമ്മറബിൾ ഇവന്റ്. ക്ലീവ്ലാൻഡ് കൺവെൻഷൻ ഒരു വളരെ ഓർമ്മയുണ്ടാവേണ്ട ഒരു സംഭവമായിരുന്നു. ദ മോർ സോ ബിക്കോസ് ഇറ്റ് സെറ്റ് ദ പ്രസിഡന്റ് ഫോർ ഇന്റർനാഷണൽ കൺവെൻഷൻ ടു കം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് ഇന്റർനാഷണൽ കൺവെൻഷന്റെ മുന്നോടിയായിട്ട് നടന്നതുകൊണ്ട്. Since then, they have been held every 5 years in a major North American city. അതിനുശേഷം പിന്നെ എല്ലാ 5 കൊല്ലത്തിലൊരിക്കലും മേജർ വലുതായിട്ടുള്ള നോർത്ത് അമേരിക്കൻ സിറ്റിയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. And all indications are that this practice will continue. ഇതിൽ നിന്നും കിട്ടുന്ന സൂചനയും അതായിരുന്നു, ഇത് ഇങ്ങനെ തുടരും എന്നുള്ളത്. It was Bill's idea that each convention should have a specific purpose. ബില്ലിന്റെ ഒരു ഐഡിയ ആയിരുന്നു, എല്ലാ കൺവെൻഷനും എന്തെങ്കിലും ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പർപ്പസ് ഉണ്ടാവണം, ഒരു ഉദ്ദേശം ഉണ്ടാവണം എന്നുള്ളത്. ദ ഫസ്റ്റ് 2 ഡിഡ്. ആദ്യത്തെ 2 കൺവെൻഷനും ഉണ്ടായിരുന്നു. The main agenda at Cleveland was to accept the traditions and to allow Dr. Bob to say farewell. ഈ മെയിൻ അജണ്ട ക്ലീവ്ലാൻഡിൽ എന്തായിരുന്നു? ട്രഡീഷനെ അക്സെപ്റ്റ് ചെയ്യുക, എന്താണോ പാരമ്പര്യം പറയുന്നത് അതിനെ സ്വീകരിക്കുക. ആൻഡ് ടു അലൗ ഡോക്ടർ ബോബ് ടു സേ ഫെയർവെൽ. പിന്നെ ഡോക്ടർ ബോബിനെ വിട പറയാനായിട്ട് അനുവദിക്കുക. ദ സെക്കൻഡ് അറ്റ് സെന്റ് ലൂയി വുഡ് മാർക്ക് എ's കമ്മിങ് ഓഫ് ഏജ്. കാലങ്ങളായി ഉണ്ടായി വരുന്നതിനെ സെന്റ് ലൂയിസ് രണ്ടാമത്തെ കൺവെൻഷനിൽ സെയിന്റ് ലൂയിസിൽ കാലങ്ങളായിട്ട് വരുന്നതിനെ കംസ് ഓഫ് ഏജ് എന്നുള്ള പുസ്തകം അതിനെ മാർക്ക് ചെയ്യുക. ബിൽസ് ടേണിംഗ് എ ഓവർ ടു ദി മെമ്പർഷിപ്പ്. ബിൽസ് ടേണിംഗ് എ ഓവർ ടു ദി മെമ്പർഷിപ്പ്. അംഗങ്ങളോട് ബില്ല് കൊടുക്കുന്നവർ ആ ഒരു കാര്യം. On Friday, July 28, 1950, the first international convention opened with approximately 3,000 people in attendance. 3,000 പേർ അടങ്ങിയ ഒരു ഇന്റർനാഷണൽ കൺവെൻഷൻ തുറന്നു ജൂലൈ 28, 1950. The weekend consisted of a series of meetings. ആ വീക്കെൻഡ് കുറെ മീറ്റിങ്ങുകൾ നടന്നു. held from Friday through Sunday at several Cleveland hotels. ക്ലീവ്ലാൻഡിലെ ഹോട്ടലുകളിൽ മീറ്റിങ്ങുകൾ നടന്നു. The Carter, the Holland Den, the Cleveland plus 1 meeting, the Cleveland plus 1 meeting in the music hall. മീറ്റിങ്ങുകൾ നടന്ന സ്ഥലമാണ് ഇതൊക്കെ. Saturday afternoon was reserved for the business of offering the 12 traditions. ശനിയാഴ്ച ഉച്ചയ്ക്ക് അതിനുവേണ്ടി മാറ്റിവെച്ചിരുന്നു 12 ട്രഡീഷൻസിനെ കുറിച്ച് സമ്പാദിക്കാനായി. The shorter, more digestible form of the 12 points to assure our future. വളരെ ചുരുക്കി മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു 12 പാരമ്പര്യങ്ങളുടെ നമ്മളുടെ ഭാവിയെ ഉറപ്പാക്കുന്ന ഒരു കാര്യം. ഇത് മെമ്പേഴ്സിന് കിട്ടാൻ വേണ്ടിയിട്ട് ബിൽ പ്രസന്റഡ് ദം as a natural corollary of the 12 steps, representing them as points necessary for the unity of the fellowship. ബില്ല് ആണ് അതിനെ പ്രസന്റ് ചെയ്ത് ഇതൊരു നാച്ചുറൽ കൊറോളറി, അതുപോലെയുള്ള 12 പടികൾ പോലുള്ള ഒരു 12 പോയിന്റുകൾ. ഇത് ഈ കൂട്ടായ്മയുടെ ഐക്യത്തിന് വേണ്ടിയിട്ട് ആണ് എന്ന് പറഞ്ഞു.
കുറച്ചുകൂടി വായിക്കാം. He asked for full discussion on the traditions. അദ്ദേഹം ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടു, ഈ പാരമ്പര്യങ്ങളെ കുറിച്ച്. And none was forthcoming. A member reported. ആരും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഉണ്ടായില്ല, ഒരു മെമ്പർ പറഞ്ഞു. Then he suggested as there were no comments, we should adopt them officially for AA by standing vote. ആരും വരാത്തത് കൊണ്ട്, ഒരു കമന്റും ചെയ്യാത്തത് കൊണ്ട് വോട്ടായിട്ട് ചെയ്യാം, നിൽക്കാൻ ആളുകൾ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു വോട്ട്. എവരിവൺ ഇൻ ദ ക്രൗഡഡ് റൂം റോസ്. അപ്പൊ എല്ലാവരും എഴുന്നേറ്റ് നിന്നു. എല്ലാവരും അത് പാസ്സാക്കി എന്നുള്ളത് തന്നെയാണ്. Wilson said, these traditions are now adopted as part of our AA doctrine. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, ഇത് നമ്മളുടെ AA എന്നുള്ള ഒരു ഇതിൽ ഈ പാരമ്പര്യങ്ങൾ നമ്മൾ സ്വീകരിച്ചിരിക്കുന്നു. സപ്പോർട്ട് ഫോർ ദ ട്രഡീഷൻസ് വാസ് യുനാനിമസ്. ഐക്യകണ്ഠേന അത് പാസ്സാക്കി എന്നുള്ളതാണ്. ബിക്കോസ് ബൈ ദാറ്റ് ടൈം their sense was well understood and widely accepted. ആ സമയമാകുമ്പോഴേക്കും തന്നെ ഇതിനെക്കുറിച്ച് എല്ലാവരും നല്ല രീതിയിൽ മനസ്സിലാക്കുകയും വളരെ നല്ല വിശാലമായി അതിനെ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു, അതിനെ സ്വീകരിക്കുകയും ചെയ്തു. The weekend's grand event was the Sunday afternoon meeting. അന്ന് ആ ആഴ്ചയിലെ അവസാനം ഏറ്റവും നല്ല വലിയൊരു സംഭവമായിരുന്നു സൺഡേ ഉച്ചക്കലത്തെ മീറ്റിംഗ്. held at Cleveland Auditorium. It had 2 speakers. ക്ലീവ്ലാൻഡ് ഓഡിറ്റോറിയത്തിലായിരുന്നു, രണ്ടുപേരും സംസാരിച്ചു, ബിൽ ആൻഡ് ഡോക്ടർ ബോബ്. ഇവർ രണ്ടുപേരും സംസാരിച്ചു. ഡോക്ടർ ബോബ്സ് ടോക്ക് വാസ് ദ ലാസ്റ്റ് ദാറ്റ് ഹി ഗേവ്. അതായിരുന്നു ഡോക്ടർ ബോബിന്റെ മരണപ്പെടുന്നതിന് മുമ്പുള്ളൊരു ടോക്കായിരുന്നു. Many of the audience knew that he could not live much longer. ഒരുപാട് കാണികൾക്ക് അറിയുമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം ഇനി അധികകാലം ഇല്ല എന്നുള്ളത്. In the year since Annie's death, Dr. Bob's health had been steadily deteriorating. ആനി മരിച്ചതോടുകൂടി ഡോക്ടർ ബോബിന്റെ ആരോഗ്യനില വളരെ മോശമായിരുന്നു. But with his characteristics, stoicism and faith, he had apparently accepted this with neither fear nor self-pity. അദ്ദേഹത്തിന് സ്വയം പരിതാപമോ അല്ലെങ്കിൽ പേടിയോ ഇല്ലാത്ത ഒരു ഇത് ഉള്ളത് കൊണ്ട് അദ്ദേഹം വളരെ സ്ട്രോങ് ആയിരുന്നു. അദ്ദേഹം അതിനെ ചെറുത്ത് നിൽക്കാനായിട്ട് തുടർന്നു. He had been resting to save his strength for the convention. അദ്ദേഹം വിശ്രമിക്കുന്നുണ്ടായിരുന്നു. എന്തിനു വെച്ചാൽ ഈ കൺവെൻഷനിൽ നല്ല ഉഷാറായിട്ട് പങ്കെടുക്കണം എന്നുള്ളൊരു ആവശ്യമുണ്ട്. He had been resting to save. As the date drew near, Dr. Bob was terribly weak. ഈ കൺവെൻഷന്റെ ദിവസം അടുക്കുമ്പോഴേക്കും തന്നെ ഡോക്ടർ ബോബ് വളരെ വീക്കായി. And on the day he was to leave for Cleveland, he was hardly able to sit up. ആ ക്ലീവ്ലാൻഡിലേക്ക് പോകേണ്ട ദിവസത്തിൽ അദ്ദേഹത്തിന് ഇരിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നു. As a member from New York, an editor of Grapevine, drove Dr. Bob to Cleveland. ഒരു മെമ്പർ, ഗ്രേപ്പ് വൈൻ എഡിറ്റർ, അദ്ദേഹം ബോബിനെ കൂട്ടിക്കൊണ്ടുപോയി, കാറിൽ കൂട്ടിക്കൊണ്ടുപോയി. I didn't think he was going to make it, said Al. അവിടെ എത്തുമെന്ന് പോലും ആ കൂട്ടിക്കൊണ്ടുപോയ ആൾ അവിടെ എത്തുമെന്നുകൂടിയും സംശയിച്ചു എന്നാണ് പറയുന്നത്. He did make it. പക്ഷെ അദ്ദേഹം അവിടെ എത്തി. He did give his talk. അദ്ദേഹം സംസാരിക്കുകയും ചെയ്തു. Some who were there remember the waves of love that seemed to give Bob energy. സ്നേഹത്തിന്റെ അലകൾ അദ്ദേഹത്തിന്, ബോബിന് ശക്തി പകരുന്നതായിട്ട് കാണാൻ സാധിച്ചു. ചില ആളുകൾ ഓർക്കുന്നുണ്ട്. ടു ഡെലിവർ ഹിസ് ഫെയർവെൽ മെസ്സേജ്, അദ്ദേഹത്തിന്റെ അവസാന യാത്രയോടുകൂടിയുള്ള മെസ്സേജ് കൊടുക്കാനായിട്ട് അദ്ദേഹത്തിന് ആ സ്നേഹത്തിന്റെ തിരമാലകൾ ചിലവർക്ക് കാണാൻ സാധിച്ചു, അനുഭവിക്കാൻ സാധിച്ചു. ഇറ്റ് വാസ് എ ഷോർട്ട് ടോക്ക്. വളരെ ചുരുങ്ങിയ ഒരു സംസാരമായിരുന്നു. ഈ സെഡ് ഇൻ പാർട്ട്. അദ്ദേഹം വളരെ ഭാഗങ്ങളായിട്ട് പറഞ്ഞു. നമുക്കിവിടെ നിർത്താം. അതെന്തായിരുന്നു എന്നുള്ളത്
അടുത്ത പ്രാവശ്യം അടുത്ത മീറ്റിംഗിൽ വായിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇന്ന് സമയമായി.